ഇനി മുതൽ ഇതുപോലെയുള്ള ഫിസിക്കൽ ആധാർ കാർഡുകൾ നിങ്ങൾ കയ്യിലെടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. UIDയുടെ തന്നെ പുതിയ ആധാർ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട്. ഇത് മുമ്പ് പ്ലേ സ്റ്റോറിനകത്തുണ്ടായ ആധാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഉപയോഗം വേറെ. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്തെന്നാൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡിജിറ്റൽ രൂപത്തിൽ ഒരു QR കോഡായിട്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ചില പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ ആധാർ വിവരങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ? അത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ QR കോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആധാർ ആവശ്യത്തിനായിട്ട് മുമ്പുള്ള ഫിസിക്കൽ ആധാർ കാർഡുകൾ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ നമ്മുടെ QR കോഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നതാണ്. ചുമ്മാ ഇങ്ങനെ ആധാർ വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്താലും അവർക്ക് നമ്മുടെ ഫോണിൽ വരുന്ന OTP നൽകണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ID, ഫിംഗർ ഒക്കെ നൽകിയാൽ മാത്രമേ നമ്മുടെ ആധാർ വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് സുരക്ഷിതമായി നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ സൂക്ഷിക്കാനും പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്ത് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വളരെ കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള 4ഓളം ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുക. താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. പ്രത്യേകം പറയുന്നു, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് വീഡിയോയിൽ കാണാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോൺ മോഡൽ അനുസരിച്ച് 1-2 പെർമിഷനുകൾ കൊടുക്കാനുണ്ടാവും. ആ പെർമിഷനുകൾ കൊടുത്താൽ നിങ്ങൾക്ക് ഭാഷ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഏതു ഭാഷയാണ് സൗകര്യപ്രദം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷാണ് സൗകര്യപ്രദം, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് താഴെ സെലക്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും. നമ്മുടെ ആധാർ കാർഡിലുള്ള 12 അക്ക ആധാർ നമ്പർ വളരെ കൃത്യമായി തെറ്റാതെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ആധാറുമായി ലിങ്ക് ചെയ്ത സിം കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ സിം കാർഡിൽ നിങ്ങൾക്കൊരു SMS അയക്കാനുള്ള എന്തെങ്കിലും ഒരു റീചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം. സിം വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ ഓടാകാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇതുപോലെ ലോഡാകുന്നത് കാണാം. നിങ്ങൾ ഫോണിൽ ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു SMS സെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് സെൻഡ് ബട്ടൺ കൊടുക്കുക. വീണ്ടും സെൻഡ് ചെയ്യാൻ പറയും. വീണ്ടും സെൻഡ് ചെയ്തിട്ട് ബാക്ക് വരാം. ബാക്ക് വരുമ്പോൾ ഓവർ ബാക്ക് വരരുത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് തന്നെ എത്താൻ സാധിക്കുന്നതാണ്. ഇതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. അല്പനേരം ലോഡാകുന്നത് വരെ കാത്തിരിക്കുക. ഫുള്ളായിട്ട് ബാക്ക് വന്നാൽ വീണ്ടും ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടുന്നതാണ്. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്, അത് കൊടുക്കുക. പിന്നെ ഇതിൽ എഴുതിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കണ്ണട ധരിക്കരുത്, തൊപ്പി ധരിക്കരുത്, അതുപോലെ തന്നെ കണ്ണ് അടച്ച് തുറന്ന് പിടിക്കുക, അതുപോലെ തന്നെ നല്ല ലൈറ്റുള്ള അടുത്ത് നിന്ന് ചെയ്യുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇതിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മളാണോ എന്ന് ഇതിലൂടെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ താഴെ നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി വരുന്നതാണ്. അതിൻ്റെ ചുറ്റും റെഡ് നിറത്തിൽ ഒരു വളയം കാണാം നിങ്ങൾക്ക്. അത് ഗ്രീൻ നിറമാകണം. അപ്പോൾ നിങ്ങളുടെ ഫേസ് കാണിച്ചു കൊടുക്കണം. ഫേസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് ഗ്രീൻ നിറമാവൂ. കണ്ണ് നല്ലപോലെ ചലിപ്പിച്ച് കൊടുക്കുക. കണ്ണ് തുറക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ടേ തല ചലിപ്പിക്കാൻ പാടുള്ളൂ. ചെറുതായിട്ട് തല ചലിപ്പിച്ചാലൊക്കെ നമ്മൾ ജീവനുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റെഡ് നിറം മാറി ചുറ്റുമുള്ള വൃത്തം നിങ്ങൾക്ക് ഗ്രീൻ നിറത്തിലാകുന്നതാണ്. അത് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ
ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അല്ല ഇവിടെ നിങ്ങൾക്ക് റെഡ് ടിക്ക് മാർക്കാണ് വരുന്നതെങ്കിൽ സക്സസ്ഫുൾ അല്ല. ഒന്നുകൂടി ആദ്യം മുതൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അത് റിപ്പീറ്റായി ചെയ്യേണ്ടി വരും. റിപ്പീറ്റായി എത്ര തവണ വേണമെങ്കിലും ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും. 6 അക്കമുള്ള പാസ്വേഡ് കൊടുക്കുക. വീണ്ടും അതേ പാസ്വേഡ് തന്നെ കൊടുത്തിട്ട് കൺഫേം ചെയ്യാം. അതൊന്നും ഞാൻ കാണിച്ചില്ല, സ്കിപ്പ് ചെയ്തതാണ്. ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കൊടുത്ത 6 അക്ക പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയുള്ളൂ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് നിങ്ങളുടെ QR കോഡ് ഉണ്ടാവും. ഈ QR കോഡാണ് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ താഴെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് നിങ്ങൾ പൊക്കി കൊടുത്താൽ പല രീതിയിൽ ഇത് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ ഗ്രീൻ ടിക്ക് കാണാം. ഇവിടെ റെഡ് ടിക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഇത് അപ്ഡേറ്റ് ചെയ്യണം. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ താഴോട്ടേക്ക് നീക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ആധാറിൻ്റെ എല്ലാ വിവരങ്ങളും, ഇനി തൊട്ട് താഴെ ആധാർ നമ്പറും ഒക്കെ ഉണ്ടാവും. ആധാറും ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയുണ്ട്. ആ മാസ്ക് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ, മാസ്ക് ചെയ്ത ആധാർ, അതായത് അവസാനത്തെ 4 അക്ഷരം മാത്രമേ കാണിക്കുകയുള്ളൂ. അങ്ങനെയും നമുക്ക് ആധാർ ഇതിനകത്ത് നിന്ന് കാണിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പകൽ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലും പുലർച്ചെ സമയങ്ങളിലും ഒക്കെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം രജിസ്റ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളെ ഇതിൽ പറഞ്ഞു തരാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.